Hello, my dear aspirants. A very warm welcome to all of you to Ignite Academy. Statement conclusion and statement assumption. നമുക്ക് ക്രിട്ടിക്കൽ റീസണിങ്ങിലെ ഒഴിച്ചുകൂടാനാകാത്ത രണ്ട് ടോപ്പിക്കുകളാണ് ഇത് രണ്ടും. ഞാൻ ഓൾറെഡി കോസ് ആൻഡ് എഫക്ട് എന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ പോയി കാണണം. എല്ലാം വരാൻ പോകുന്ന SSC പരീക്ഷകളിൽ റെലവെന്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് അസംഷനും സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷനും നമുക്ക് ഒരുമിച്ച് ഡീൽ ചെയ്യാം. കാരണം SSCയുടെ പുതിയ ആൻസർ കീസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏകദേശം ഒരുപോലെ തന്നെ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിന്റെ ഉത്തരം നമുക്ക് തെറ്റാതെ നമുക്ക് ശരിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് അസംഷൻ എന്താണെന്നും സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ എന്താണെന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം വാട്ട് ഇസ് എൻ അസംഷൻ ആൻഡ് വാട്ട് ഇസ് എ കൺക്ലൂഷൻ എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണ വേണം. മക്കളെ, അസംഷൻ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഉണ്ട് അസ്യൂം ചെയ്യുക, ഊഹിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം, ഒരു പ്രസ്താവന നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള എന്തായിരിക്കും അവിടുത്തെ കാര്യം എന്നുള്ളതാണ് അസംഷൻ എന്ന് പറഞ്ഞാൽ. സംതിങ് ദാറ്റ് യു ഹാവ് ടു ടേക്ക് ഫോർ ടേക്കൺ ഫോർ ഗ്രാന്റഡ് എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ നീ അങ്ങ് മനസ്സിലാക്കണം എന്ത്, ആ സ്റ്റേറ്റ്മെന്റിന്റെ പുറകിൽ അങ്ങനെ ഒരു ചിന്ത കൂടി ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ലെഫ്റ്റ് അൺസ്റ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, എടുത്തു പറഞ്ഞിട്ടുണ്ടാവില്ല. അതായത് a thought that is hidden inside a statement, ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു തോട്ട്, അതാണ് അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അസംഷൻസ് ആർ ഓൾവേസ് ഇംപ്ലിസിറ്റ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ഒരുപാട് തവണ നിങ്ങൾ കണ്ടു കാണും. 4 ഓപ്ഷൻസിൽ നമുക്ക് ഇംപ്ലിസിറ്റ് കാണാൻ സാധിക്കും അസംഷൻ ക്വസ്റ്റ്യൻസിൽ. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, ഇറ്റ് ഇസ് നോട്ട് ഡയറക്ട്ലി റിട്ടൺ. ഓക്കെ, അവിടെ ഡയറക്ട്ലി റിട്ടൺ അല്ല, പക്ഷേ അതാണ് അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, യെസ്, അതാണ് അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഒരു ഉദാഹരണം വെച്ചിട്ട് നമുക്ക് നോക്കാം. നോക്കൂ, ബൈ ദിസ് വാഷിംഗ് പൗഡർ ടു മേക്ക് യുവർ ക്ലോത്ത്സ് വൈറ്റർ. ഓക്കെ, നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള പരസ്യങ്ങളാണ് അല്ലെ. സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഈ വാഷിംഗ് പൗഡർ മേടിച്ച് നിങ്ങളുടെ ക്ലോത്ത്സ് വൈറ്റർ ആക്കൂ എന്നാണ് പറയുന്നത്. അസംഷൻ എന്താണ്? ആദ്യത്തെ അസംഷൻ എന്താണ് പറയുന്നത്? പീപ്പിൾ വാണ്ട് ദെയർ ക്ലോത്ത്സ് ലുക്ക് വാട്ട് വൈറ്റ്. ആൾക്കാർക്ക് അവരുടെ വസ്ത്രങ്ങൾ വൈറ്റ് ആയി കാണണം എന്നുള്ളതാണ് ആദ്യത്തെ അസംഷൻ. രണ്ടാമത്തതോ, വാഷിംഗ് പൗഡർ ഇസ് ദ ഓൺലി വേ ടു മേക്ക് ക്ലോത്ത്സ് ക്ലീൻ. ഈ തന്നേക്കണ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അതിൽ എവിടെയെങ്കിലും നമുക്ക് ഊഹിക്കാൻ പറ്റുമോ എന്ത്, വാഷിംഗ് പൗഡർ മാത്രമാണ് തുണി വൃത്തിയാക്കാനുള്ള ഒരേ ഒരു മീഡിയം എന്ന് നമുക്ക് ഈ തന്നേക്കണ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അസ്യൂം ചെയ്യാൻ സാധിക്കുമോ? ഇല്ല എന്നാണ് നിന്റെ ഉത്തരമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിനക്ക് എന്ത് ചെയ്യാം, ഇതെന്തായാലും അസ്യൂം ചെയ്യാൻ പറ്റില്ലല്ലോ. ആകെ ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞേക്കുന്നത് ഈ വാഷിംഗ് പൗഡർ മേടിക്കൂ, നിങ്ങളുടെ ക്ലോത്ത്സ് വൈറ്റർ ആക്കൂ എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അർത്ഥം വാഷിംഗ് പൗഡർ മാത്രമാണ് എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓൺലി എന്ന് പറയുന്ന വാക്കുകളൊക്കെ, എക്സ്ട്രീം ആയിട്ടുള്ള വാക്കുകൾ എപ്പോഴും നമ്മളുടെ ഉത്തരം ആകാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ആ ഓൺലീനെ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തത് അല്ല എന്ന് പറയാൻ പറ്റാം. പക്ഷെ ഒന്നാമത്തെ എന്താ പറയുന്നത്, ആൾക്കാർക്ക് അവരുടെ വസ്ത്രങ്ങൾ ദേ വാണ്ട് ദെയർ ക്ലോത്ത്സ് ടു ലുക്ക് വൈറ്റ്, അവർക്ക് അവരുടെ വസ്ത്രങ്ങൾ വെള്ളയായി കാണണം. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലൊരു പരസ്യം അവിടെ വന്നേക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഉറപ്പായിട്ടും അസ്യൂം ചെയ്യാം. ഇതിന്റെ പിന്നിലുള്ള ചേതോ വികാരം അല്ലെങ്കിൽ ഈ ഹിഡൻ ആയിട്ട് തോട്ട് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഈ അസംഷൻ എന്റേത് കറക്റ്റ് ആണ് എന്ന് നമുക്ക് അതുകൊണ്ട് പറയാൻ സാധിക്കും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് കൺക്ലൂഷന്റെ മീനിങ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കൺക്ലൂഷൻ, അസംഷൻ അതാണ്. ഓക്കെ, കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ലോജിക്കലി നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റണം. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് 2 കൺക്ലൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ തന്നേക്കുന്ന കൺക്ലൂഷൻ എന്തായിരിക്കണം, മുകളിലത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ലോജിക്കലി ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കണം. അതിന്റെ പിന്നെ എന്തെങ്കിലും ഉണ്ടെന്നുള്ളതല്ല, അത് അവിടെ അസംഷനിൽ പറഞ്ഞതാണ്. ഇതിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന, ഉറപ്പിക്കാൻ പറ്റുന്ന 2 കാര്യങ്ങളായിരിക്കണം ആ 2 തന്നേക്കണ കൺക്ലൂഷൻ. അപ്പോഴേ അത് വാലിഡ് ആകത്തുള്ളൂ. ഡയറക്റ്റ് ഇൻഫറൻസ് ആൻഡ് നോട്ട് അസംഷൻ. ഇൻഫറൻസ് ആണ്, ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ ഡിറൈവ് ചെയ്യാണ്, അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റതോ ആ സ്റ്റേറ്റ്മെന്റിന്റെ പിന്നിലുള്ള ഊഹാപോഹം അല്ലെങ്കിൽ ഊഹിച്ചു വെച്ചേക്കുന്നത് എന്താണ്, ഹിഡൻ തോട്ട് ആണ്. ഇതോ ഡയറക്റ്റ് എനിക്ക് മനസ്സിലാകുന്ന കാര്യം, അതാണ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ. ഒരു ഔട്ട്സൈഡ് നോളജും നിന്റേതായിട്ട് നീ ആഡ് ചെയ്യാൻ പാടില്ല. ആ തന്നേക്കണ സ്റ്റേറ്റ്മെന്റിൽ എന്താണോ അത് മാത്രമേ അവിടെ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. നിന്റേതായിട്ടുള്ള ഒരു ഊഹമോ അല്ലെങ്കിൽ ഒരു അഡീഷണൽ നോളജോ അങ്ങോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഓക്കെ, സ്റ്റേറ്റ്മെന്റിൽ 100% ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഒരു വാലിഡ് കൺക്ലൂഷൻ ആയിരിക്കും. തന്നേക്കണ സ്റ്റേറ്റ്മെന്റ് 100%
ഈ കൺക്ലൂഷനെ സപ്പോർട്ട് ചെയ്യുന്നത് അതൊരു വാലിഡ് കൺക്ലൂഷൻ ആയിരിക്കും. ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ അസംഷനും കൺക്ലൂഷനിലേക്ക് ഉത്തരത്തിലോട്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, എളുപ്പമാണ്. രണ്ടിനെ ഒരുമിച്ച് തന്നെ ട്രീറ്റ് ചെയ്യാമെന്ന് സാറ് പറഞ്ഞത് കറക്റ്റ് ആണ് എന്നുള്ളത് നിനക്ക് മനസ്സിലാവും. നോക്കിക്കോ, എക്സാമ്പിൾ, ഓൾ ടീച്ചേഴ്സ് ആർ ഹോണസ്റ്റ്. എല്ലാ ടീച്ചേഴ്സും ഹോണസ്റ്റ് ആണ്. ഓൾ ടീച്ചേഴ്സ്, എല്ലാ ടീച്ചേഴ്സും ഹോണസ്റ്റ് ആണ്. കൺക്ലൂഷൻ എന്താ? ഒന്നാമത്തത്, സം ടീച്ചേഴ്സ് ആർ ഹോണസ്റ്റ്. നമ്മളെ സിലോജിസം പോലെ തോന്നുന്നുണ്ട് അല്ലെ? എല്ലാ ടീച്ചേഴ്സും ഹോണസ്റ്റ് ആണെന്ന് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചില ടീച്ചേഴ്സ് ഹോണസ്റ്റ് ആണെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് 100% ശരിയാണല്ലോ, അത് കറക്റ്റ് ആണ്. അടുത്തതോ, നോട്ട് ടീച്ചർ ഇസ് ഡിസോണസ്റ്റ്. ഒരു ടീച്ചറും ഡിസോണസ്റ്റ് അല്ല എന്നാ പറയുന്നത്. ഓൾ ടീച്ചേഴ്സ് ഓണസ്റ്റ്, എല്ലാ ടീച്ചേഴ്സും സത്യസന്ധരാണെന്ന് പറയുന്നതും ഒരു ടീച്ചർ പോലും സത്യസന്ധർ അല്ലാത്തതില്ല എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. അപ്പൊ നോട്ട് ടീച്ചർ ഈസ് ഡിസോണസ്റ്റ് എന്ന് പറയുന്നത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ആണ്. അതുകൊണ്ട് അതും കറക്റ്റ് ആണ്. ഓൾ ഓണസ്റ്റ് പീപ്പിൾ ആർ ടീച്ചേഴ്സ്. എല്ലാ സത്യസന്ധരായിട്ടുള്ള മനുഷ്യരും ടീച്ചർമാരാണ് എന്ന് പറയുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റുമായി ഒരു ബന്ധവും ഇല്ലാത്തൊരു കൺക്ലൂഷൻ ആയി പോകും. കാരണം അവിടെ പീപ്പിളിനെ പറ്റി അല്ല പറയുന്നത്, മറിച്ച് ടീച്ചേഴ്സിനെ പറ്റി മാത്രമാണ് പറയുന്നത്. അപ്പൊ നിനക്ക് എന്ത് പറയാം? ഈ മൂന്നാമത് തന്നേക്കുന്നത് എന്റെ കൺക്ലൂഷൻ ആവാൻ സാധിക്കത്തില്ല. എളുപ്പത്തിൽ കാര്യം മനസ്സിലായില്ലേ? ഒന്നാമത്തെയും രണ്ടാമത്തെയും കൺക്ലൂഷൻ മാത്രമാണ് ശരിയായിട്ട് എനിക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമ്മൾ ആ പറഞ്ഞതിന്റെ ബേസിസിൽ, ആ കോൺസെപ്റ്റുകൾ പറഞ്ഞതിന്റെ ബേസിസിൽ നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായിട്ടൊന്ന് നമുക്ക് ചെയ്തു നോക്കാം. സ്റ്റേറ്റ്മെന്റ് അസംഷൻ ആണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ മുമ്പിൽ തരുന്ന ചോദ്യം. നോക്കുക. Many students have got into the habit of playing mobile games and that is why they perform poorly. ഒരുപാട് കുട്ടികൾക്ക് മൊബൈൽ ഗെയിംസ് കളിക്കുന്ന ഒരു ഹാബിറ്റ് വന്നത് മൂലം അവര് ഒരുപാട് പുവർ ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. എന്തിൽ പുവർ ആയിട്ട്? സ്റ്റുഡൻസിനെ പറ്റിയാ പറയുന്നത്. സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ അവർ എന്തെയാ പെർഫോം ചെയ്യുന്നത്? പുവർ ആയിട്ട്. ഡെഫിനറ്റ് ആയിട്ടും അത് അവരുടെ സ്റ്റഡീസിൽ പുവർ ആയിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആ സ്റ്റേറ്റ്മെന്റിൽ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ അസംഷൻ ഇതാണ്, many students are not paying attention to studies because of mobile games. ഒരുപാട് കുട്ടികൾ പഠനത്തിൽ ശ്രദ്ധ കൊടുക്കുന്നില്ല ബിക്കോസ് ഓഫ് മൊബൈൽ ഗെയിംസ്. അത് തന്നെയാണ് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റ്മെന്റിൽ. കുട്ടികൾ മൊബൈൽ ഗെയിംസ് കളിക്കുന്ന ഒരു ഹാബിറ്റിലോട്ട് മാറിയത് കൊണ്ട് അവർ പെർഫോം പുവർലി എന്ന്. അപ്പൊ ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണെങ്കിലും നമുക്ക് മനസ്സിലാക്കാം ആ അസംഷൻ കറക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് ആണ്. ആദ്യത്തേത് കറക്റ്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് രണ്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഏതൊക്കെയാണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? ഇതാ, ഓൺലി 2 ഈസ് ഇംപ്ലിസിറ്റ്. 1 ഓൾറെഡി ഉള്ളതാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഓൺലി 2 എന്ന് പറയുന്ന ആ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. neither 1 or 2 ഈസ് ഇംപ്ലിസിറ്റ് എന്നുള്ള അതും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. കാരണം 1 ഓൾറെഡി ഇംപ്ലിസിറ്റ് ആണെന്ന് നമുക്ക് ഒറ്റ വായനയിൽ തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ്. ശരി, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് മൊബൈൽ ഗെയിംസ് ദാറ്റ് സ്റ്റുഡൻസ് ഫെയിൽ ഇൻ ദ എക്സാമിനേഷൻ. ഇവിടെ പറയ പോലും ചെയ്തിട്ടില്ല പരീക്ഷയിൽ തോൽക്കുന്ന ഒരു കാരണത്തിനെ പറ്റി. അപ്പൊ രണ്ടാമത്തെ അസംഷൻ പറയുകയാണ്, കുട്ടികൾ മൊബൈൽ ഗെയിംസ് കളിക്കുന്നത് കൊണ്ടാണ് പരീക്ഷയിൽ ഫെയിൽ ആകുന്നത് എന്ന്. അങ്ങനെ എവിടെയെങ്കിലും നമുക്ക് തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അസ്യൂം ചെയ്യാനായിട്ട് സാധിക്കുമോ? പരീക്ഷയുടെ ഒരു തോൽവിയെ പറ്റിയൊന്നും ഇവിടെ ഒരു സൂചന പോലും നൽകിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ അവർ പരീക്ഷയിൽ തോൽക്കാൻ മറ്റനവധി കാരണങ്ങൾ ഉണ്ടാവാം. മൊബൈൽ ഗെയിംസ് കളിക്കുന്നത് മാത്രമാകണമെന്നൊന്നും നമുക്ക് അസ്യൂം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ രണ്ടാമത്തെ അസംഷൻ തെറ്റാണെന്നും എനിക്ക് പറയാൻ സാധിക്കും. ആയതുകൊണ്ട് ഓൺലി 1 ഈസ് ഇംപ്ലിസിറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കറുപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും, അതായത് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ അടുത്ത ഓപ്ഷൻ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ നോക്കൂ, ഇറ്റ് ഈസ് ഡിസൈറബിൾ ഫോർ ദ ചൈൽഡ് ടു എൻ്റർ ദ സ്കൂൾ അറ്റ് ദ ഏജ് ഓഫ് 5. ഒരു കുട്ടീനെ സ്കൂളിൽ ചേർക്കാനുള്ള ഡിസൈറബിൾ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വയസ്സാണെന്നാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പൊ അതിന്റെ പിന്നിലുള്ള അൺസ്റ്റേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ആയിരിക്കാം? അതാണല്ലോ അസംഷൻ എന്ന് പറഞ്ഞാൽ. അറ്റ് ദ ഏജ് the child reaches the appropriate level of development and is ready to learn. ഏത് ഏജിനെ പറ്റിയാ പറയുന്നത്? ആ 5 വയസ്സിനെ പറ്റിയാണ് പറയുന്നത്. ആ ഒരു പ്രായത്തിൽ അറ്റ് ദ ഏജ് ദ ചൈൽഡ് റീച്ചസ് ദ അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ഈസ് റെഡി ടു ലേൺ. ആ ഒരു പ്രായത്തിലെ കുട്ടി അവന്റെ ലെവൽ ഓഫ് ഡെവലപ്മെന്റ് അപ്രോപ്രിയേറ്റ് ആകത്തുള്ളൂ. ആൻഡ് ഈസ് റെഡി ടു ലേൺ എന്ന് പറയുമ്പം അത് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് ഒരു അസംഷൻ ആയിട്ട് നമുക്ക് എടുക്കാം അല്ലെ? വെയിറ്റ്, അടുത്തത് വായിക്കും. സ്കൂൾസ് ഡു നോട്ട് അഡ്മിറ്റ് ചിൽഡ്രൻ ആഫ്റ്റർ ദ ഏജ് ഓഫ് 6 years. 6 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളെ സ്കൂളിൽ എടുക്കത്തില്ല എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. കുട്ടികളെ സ്കൂളിൽ എപ്പോഴാണ് അഡ്മിറ്റ് ചെയ്യുന്നതെന്നൊന്നും അല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇതെന്തായാലും നമുക്ക് എന്തല്ല, നമ്മൾ അസംഷൻ അല്ല അല്ലേ, നമുക്ക് അസ്യൂം ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പം
ഉറപ്പായിട്ടും ബോത്ത് 1 and 2 ആർ ഇംപ്ലിസിറ്റ് പോയി, ഇതും പോയി. അതായത് ഓൺലി 2 എന്തായാലും ഇല്ലല്ലോ, അപ്പൊ 2 എന്തായാലും ഇല്ലാത്തപ്പോ ബിയും പോയി സിയും പോയി. ഇനി ആകെ അറിയേണ്ടത് 1 ഇംപ്ലിസിറ്റ് ആണോ എന്നുള്ളതാണ്. എന്താണ് ആ ചോദ്യം? ഒന്നുകൂടെ നോക്കിക്കേ. 5 വയസ്സാകണം കുട്ടികൾക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള സ്കൂളിൽ ചേരാനുള്ള പ്രായം എന്നാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇതിലെ അസംഷൻ എന്താ? 5 വയസ്സാകുമ്പോൾ മാത്രമേ കുട്ടി അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് ഡെവലപ്മെന്റിലേക്ക് എത്തത്തുള്ളൂ. അത് തന്നെയാണ് കുട്ടി 5 വയസ്സാകണമെന്ന് പറയാനുള്ള കാരണം. സോ ഓൺലി 1 ഈസ് ഇംപ്ലിസിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ആൻസർ ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണോ കിട്ടുന്നത്? അസംഷൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയില്ല, കൺക്ലൂഷനും ബുദ്ധിമുട്ടുണ്ടാവില്ല. നോക്കൂ, ഈ അസംഷൻ നിങ്ങൾ ഇതിന്റെ ഉത്തരം നിങ്ങൾ തന്നെ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യുക. നിങ്ങളൊന്ന് പരസ്പരം കമ്പയർ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ശരി ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക. എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കണ്ടാമിനേറ്റ്സ് soil and water, residues in crops and eventually enter the food chain, creating a threat to human. പെസ്റ്റിസൈഡ്സിന്റെ അമിത ഉപയോഗം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ 2 അസംഷനും വായിക്കുക. ആ അസംഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും. എന്നാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഉത്തരം നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. സാർ അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണ്. കാരണം അസംഷൻ അടുത്തത് നോക്കിക്കോ. ഇൻ എ ഫുട്ബോൾ മാച്ച് ബിറ്റ്വീൻ Team X and Team Y, the total number of goals scored by Team Y was 5, out of which 3 goals were scored by the left-footed player. സ്റ്റേറ്റ്മെന്റിന് അർത്ഥം ആദ്യം മനസ്സിലാക്കുക. എക്സും വൈയും തമ്മിൽ കളിച്ച ഒരു ഫുട്ബോൾ മാച്ചിലെ വൈ 5 ഗോൾ അടിച്ചു. ആ 5 ഗോളിലെ 3 ഗോൾ സ്കോർ ചെയ്തത് ലെഫ്റ്റ് ഫൂട്ടഡ് പ്ലെയർ ആണെന്നാണ് പറയുന്നത്. ആദ്യത്തെ അസംഷൻ, ലെഫ്റ്റ് ഫൂട്ടഡ് പ്ലെയർ വാസ് എക്സ്പേർട്ട് ഇൻ സ്കോറിംഗ് ഗോൾ. അവൻ സ്കോർ ചെയ്യാൻ, ഗോൾ അടിക്കാൻ മിടുക്കനാണ്. രണ്ടാമത്തെ പറയുന്നത് 60% ഓഫ് ടീം വൈ പ്ലെയേഴ്സ് ആർ ലെഫ്റ്റ് ഫൂട്ടഡ്. നിങ്ങൾക്ക് ഉത്തരം കിട്ടി എന്ന് എനിക്കറിയാം. എന്താണ് നിങ്ങൾ ഉത്തരം എന്നുള്ളത്? ഇതും നിങ്ങളെ ഹോംവർക്ക് ആണ്. കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മെയിൻസിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്, പ്രിലിംസിന് ചോദിച്ച ചോദ്യമുണ്ട്, NTPCക്ക് ചോദിച്ച ചോദ്യമുണ്ട്. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്തത് ഒരു കൺക്ലൂഷൻ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷനിലേക്ക് ഞാൻ വന്നു കേട്ടോ. സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ നോക്കിക്കോ. ചോദ്യം ഇതാണ്: ദ ഗവൺമെന്റ് ഓഫ് കൺട്രി എക്സ് ഹാസ് റീസെന്റ്ലി അനൗൺസ്ഡ് സെവറൽ കോൺസെഷൻസ് ആൻഡ് ഓഫേർഡ് അട്രാക്റ്റീവ് പാക്കേജ് ടൂർസ് ഫോർ ഫോറിൻ വിസിറ്റേഴ്സ്. ഏതോ ഒരു രാജ്യം, കൺട്രി എക്സ് ആണ്, നമുക്കത് അറിയത്തില്ല, അറിയേണ്ട ആവശ്യമില്ല. റീസെന്റ് ഒരുപാട് കൺസെഷനുകളും അട്രാക്റ്റീവ് ടൂർ പാക്കേജുകളും ഫോറിൻ വിസിറ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് നിനക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ആദ്യത്തെ കൺക്ലൂഷൻ വായിക്കൂ. Now more number of foreign visitors will visit the country. മക്കളെ, ഇതൊരു വളരെ എക്സ്ട്രീം ആയിട്ടുള്ള വേർഡ് ആണ്, will visit country. സർക്കാർ ഇങ്ങനെ കുറച്ച് പാക്കേജും സെവറൽ കൺസെഷനും കൊടുത്തു. അതുകൊണ്ട് ഇനി ആ രാജ്യം ഒരുപാട് പേര് വിസിറ്റ് ചെയ്യും എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഈ എക്സ് എന്ന് പറയുന്ന കൺട്രീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ലേ. കൺട്രി എക്സ് ദുബായ് ആണെങ്കിൽ നമുക്ക് പറയാം വിസിറ്റ് ചെയ്യുന്നത്. ഒരു ആഫ്രിക്കൻ കൺട്രിയോ അല്ലെങ്കിൽ പ്രശ്നബാധിത പ്രദേശമോ യുദ്ധം നടക്കുന്ന രാജ്യമാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുമോ? പറയാൻ സാധിക്കില്ല. വിൽ എന്ന് പറയുന്ന വേർഡ് നമ്മളെ കയ്യിൽ നിന്ന് ആ സ്റ്റേറ്റ്മെന്റിനെ മൊത്തത്തിൽ കൊണ്ടുപോയി. അതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ചും എൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയാം. ബിക്കോസ് ഐ കനോട്ട് കൺക്ലൂഡ്. വിൽ എന്ന് പറഞ്ഞാൽ നടന്നിരിക്കും എന്നാണ്, നടക്കും എന്നാണ് കേട്ടോ. അതുകൊണ്ട് ഒന്ന് എൻ്റെ ഉത്തരമല്ല. ഒന്ന് എൻ്റെ ഉത്തരമല്ലെങ്കിൽ ഓൺലി 1 ഫോളോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എലിമിനേറ്റ് ആയിപ്പോയി. ബോത്ത് 1 and 2 എലിമിനേറ്റ് ആയിപ്പോയി. ഈതർ 1 or 2, 1 or 2, ഒന്ന് എന്തായാലും സംഭവിക്കൂല. അപ്പൊ ആകെ 2 ഉണ്ടോ എന്ന് മാത്രമേ ഇനി നോക്കേണ്ട കാര്യമുള്ളൂ. രണ്ടാമത്തത് എന്താണ്? ദ ഗവൺമെന്റ് ഓഫ് കൺട്രി എക്സ് സീംസ് ടു ബി സീരിയസ് ഇൻ അട്രാക്ടിങ് ടൂറിസ്റ്റ്. ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്നതിൽ എക്സിന്റെ ഗവൺമെന്റ്, കൺട്രി എക്സിന്റെ ഗവൺമെന്റ് വളരെ സീരിയസ് ആണ്. യെസ്, സീരിയസ് ആണ്. അതുകൊണ്ടാണല്ലോ ഇത്രയും കൺസെഷനും അട്രാക്റ്റീവ് ടൂർ പാക്കേജ് ഒക്കെ കൊടുക്കുന്നത്. സീരിയസ് അല്ലാത്തതുകൊണ്ടാണോ? അല്ല, അവിടെ സീരിയസ് ആണ്. അപ്പൊ എനിക്ക് പറയാം ഇതെന്റെ ശരിയായിട്ടുള്ള ഒരു കൺക്ലൂഷൻ ആണ് തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഓപ്ഷൻ 2, അതായത് ഓൺലി 2 ഫോളോസ് എന്നുള്ളത് ഇതിന്റെ റൈറ്റ് ആൻസർ ആവും. കൺക്ലൂഷൻ മനസ്സിലാവുന്നുണ്ടോ? ഇത് രണ്ടും ഒന്ന് അല്ലേ സാറിനൊക്കെ ഒരു സംശയം വരുന്നുണ്ടാവും. സാർ മറ്റേതുപോലെ തന്നെ ഉണ്ടല്ലോ ഇതും. അതേടാ, മറ്റേതുപോലെ തന്നെയാ. SSCയുടെ ആൻസർ കീ, റെയിൽവേയുടെ ആൻസർ കീ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മീനിങ്ങിലാണ് വ്യത്യാസം. ആൻസർ ഒക്കെ ശരിയായിട്ട് വരുമ്പോൾ എല്ലാവരും കറക്റ്റ് ആവും, തെറ്റത്തൊന്നുമില്ല. നോ കൺട്രി ഈസ് അബ്സല്യൂട്ട്ലി സെൽഫ് ഡിപ്പെൻഡന്റ് ദീസ് ഡേയ്സ്. ഒരു രാജ്യം, വളരെ റിലവന്റ് ആയിട്ടുള്ള വേർഡാണ്.
അവിടെ തന്നെ പറഞ്ഞു ഒരു രാജ്യം പോലും ഇപ്പോ സെൽഫ് ഡിപ്പെൻഡന്റ് നോ കൺട്രി ഈസ് ആബ്സല്യൂട്ട്ലി സെൽഫ് ഡിപ്പെൻഡന്റ്. അതായത് ഒരു രാജ്യം പോലും ആബ്സല്യൂട്ട്ലി കംപ്ലീറ്റ്ലി സെൽഫ് ഡിപ്പെൻഡന്റ് അല്ല എന്നാണ് എന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ആദ്യത്തെ ഓപ്ഷൻ, ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഗ്രോ ആൻഡ് പ്രൊഡ്യൂസ് ഓൾ ദാറ്റ് എ കൺട്രി നീഡ്സ്. എന്താ പറയുന്നത്? ഒരു രാജ്യത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളെയും എല്ലാ സാധനങ്ങളെയും പ്രൊഡ്യൂസ് ചെയ്യാനും ഗ്രോ ചെയ്യാനും അത് ഇംപോസിബിൾ ആണെന്നാണ് പറയുന്നത്. എല്ലാം ദാറ്റ് എ കൺട്രി നീഡ്സ്, ഒരു രാജ്യത്ത് സാധിക്കൂല എന്നല്ല, ഒരു രാജ്യത്തെ എല്ലാ സാധനങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അവർക്ക് ഇംപോസിബിൾ അല്ല എന്നാ പറയുന്നത്, പോസിബിൾ അല്ല എന്നാ പറയുന്നത്. ദാറ്റ് ഈസ് വെരി മച്ച് കറക്റ്റ് ബിക്കോസ് ഇറ്റ് സെഡ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഒരു കൺട്രിയും സെൽഫ് ഡിപ്പെൻഡന്റ് അല്ല. അപ്പൊ ഇത് കറക്റ്റ് ആണ്. ഇറ്റ് ഇസ് ക്വൈറ്റ് ഇംപോസിബിൾ. എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത് ഇംപോസിബിൾ ആണ്. അപ്പൊ എന്റെ ഒന്ന് കൺക്ലൂഷൻ കറക്റ്റ് ആണ്. അപ്പൊ ഓൺലി 1 ഫോളോസ്, ഓൺലി 2 ഫോളോസ് തെറ്റായി. ബോത്ത് 1 and 2 എനിക്ക് നോക്കണം. യെസ്, കാരണം ഒന്ന് കറക്റ്റ് ആയതുകൊണ്ട്. നീദർ 1 or 2 അത് തെറ്റാണ്. കാരണം എന്താണ്? ആദ്യത്തേത് കറക്റ്റ് ആണ്. ഈദർ 1 or 2. ഓക്കെ, അപ്പൊ 2 നമുക്ക് നോക്കണം. കൺട്രി മെൻ ഇൻ ജനറൽ ഹാവ് ബിക്കം ലേസി. രാജ്യത്തെ ആൾക്കാർ മടിയന്മാരായിട്ടുണ്ട് പൊതുവേ എന്നാ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആണോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? അല്ല. അതുകൊണ്ട് ഇതെനിക്ക് കൺക്ലൂഡ് ചെയ്യാനും പറ്റൂല, ഒന്നിനും പറ്റൂല. അപ്പൊ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ എന്താ ആൻസർ? ഓൺലി 1 ഫോളോസ് എന്ന് പറയുന്ന ആൻസർ എനിക്ക് എടുക്കാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് ഞാൻ പോവാണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യുക. കൺക്ലൂഷന്റെ ഈ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ നോക്കുക, എന്താണെന്നുള്ളത് നിങ്ങൾ പറയുക. യെസ്, ദ ന്യൂ ഗവൺമെന്റ് പോളിസി എയിംസ് ടു റെഡ്യൂസ് കാർബൺ എമിഷൻസ് ബൈ 50% വിത്തിൻ ദ നെക്സ്റ്റ് ഡെക്കേഡ്. അടുത്ത ഡെക്കേഡോടുകൂടി കാർബൺ എമിഷൻ 50% കുറയ്ക്കുക എന്നുള്ളതാണ് പുതിയ ഗവൺമെന്റ് പോളിസി എയിം ചെയ്യുന്നത്. ആദ്യത്തെ കൺക്ലൂഷൻ, ഗവൺമെന്റ് വിൽ ബാൻ എല്ലാ വെഹിക്കിളുകളും, ഫോസിൽ ഫ്യൂവലിൽ ബാൻ ചെയ്യുന്ന എല്ലാ വെഹിക്കിളുകളെയും ഇമീഡിയറ്റ്ലി ഗവൺമെന്റ് ബാൻ ചെയ്യും എന്ന് പറയുകയാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ എന്തെങ്കിലും ഒരു നിരോധനത്തിനെ പറ്റി ഇവിടെ പറയുന്നുണ്ടോ? ഇവിടെ ആകെ പറഞ്ഞേക്കുന്നത് എടാ സർക്കാരിന്റെ ഒരു പുതിയ ഗവൺമെന്റിന്റെ ഒരു പോളിസി ഉണ്ട്. ആ പോളിസിയിൽ അടുത്ത ഡെക്കേഡോടുകൂടി കാർബൺ എമിഷൻ 50% കുറയ്ക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏകദേശം ഉത്തരത്തിലേക്ക് എത്തുന്നുണ്ടല്ലോ നിങ്ങൾ. The government will shut down all the coal-fired power plants. I know that you got the answer. Please comment below what is the answer. And I hope this session was useful. യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് സെഷൻസ് നമ്മളത് വരാനുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഹെൽപ്ഫുൾ ആവട്ടെ. കണ്ടന്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ give me a like. That is the motivation for me. Thank you very much. All the best.